വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോയുമായിട്ടാണ്. അതെ, ഞങ്ങളോട് ഒത്തിരി പേര് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് പല വേർഷൻ ചെയ്യണമെന്നും പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആ ചലഞ്ചുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ആ ചലഞ്ച് വേറൊന്നുമല്ല, ഗാറ്റ് ടോക്ക് ചലഞ്ച് വിത്ത് തോർത്ത്. അപ്പൊ ഇന്ന് നമ്മൾ തോർത്ത് വെച്ച് ഗാറ്റ് ടോക്ക് ചെയ്യാൻ വന്നിരിക്കണം അല്ലേ ഷീ? അതെ അതെ അതെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പണിഷ്മെന്റ് എന്തായിരുന്നു? നമ്മൾ ആനിമൽ സൗണ്ടില് സംസാരിക്കണം. ആ ഒരു സൗണ്ട് ഉണ്ടാക്കണം. അതെ അതെ. പൂച്ചയായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ, പൂച്ചയുടെ സൗണ്ടിൽ ചെയ്യാൻ പറഞ്ഞാൽ പൂച്ചയുടെ സൗണ്ടിൽ ചെയ്യണം എന്ന് പറയണം. അതായത് മിയാവ് മിയാവ് എന്ന് വെച്ചാ പോരാ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മിയാവ് മിയാവിൽ സുഖമാണോന്ന് എങ്ങനെ ചോദിക്കും ഷീ? അപ്പൊ അങ്ങനെ ചോദിക്കണം, മനസ്സിലായില്ലേ? പട്ടി, ഏത് പട്ടി എങ്ങനെ പറയുന്നേ? പട്ടിയല്ല, പൂച്ചയുടെ എന്നല്ലേ പറഞ്ഞു. അങ്ങനെയാണെന്ന് അറിയുന്നവര് ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തൊക്കെയാ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഗൈസ്, ആദ്യത്തെ ആളത് ഇവിടെ വായും കെട്ടി പൂട്ടി കെട്ടി ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവർക്കൊന്നും മനസ്സിലാവില്ല, ഞങ്ങള് തർജ്ജമ ചെയ്ത് കൊടുക്കേണ്ടത്. എന്തോ പറഞ്ഞത്? ഫോണിൽ നമുക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കാവുന്ന ആയിരിക്കും. അങ്ങനെയാണെന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. ആദ്യത്തെ ഡയലോഗാണ്. എന്തൊക്കെയോ ശരി, തുറന്നു. എനിക്ക് അങ്കമാലിക്ക് ബസ്സുണ്ട്. മൊത്തം കേട്ടിട്ടാ പറയാവോ? കറക്റ്റ് അമ്മച്ചി. ഒന്നുകൂടി കാണിച്ച് ഞാൻ പറയാം. ഒന്നുകൂടി കാണിയത് ഇവിടെ ഒക്കെ പോകുന്നതാണ്. എനിക്ക് അങ്കമാലി മനസ്സിലായി. ഓക്കെ. എനിക്ക് അങ്കമാലി അങ്കൻവാടി അങ്കമാലിന്ന് വണ്ടർലയോ? അങ്കമാലിന്ന് ബസ്സുണ്ട്. അങ്കമാലിക്ക് കേക്കാൻ പറ്റുന്നുണ്ട്. അങ്കമാലി അങ്കമാലി അങ്കമാലി. 4 വട്ടമേ ഞാൻ പറയത്തുള്ളേ. മൊത്തം കേട്ടോ. എനിക്ക് അങ്കമാലിക്ക് പോളെ. അല്ല, കോഴി നോക്കിയതാണ്. വിഷമം ഉണ്ടെന്ന് എനിക്ക്, അത്രമാത്രം വിഷമം ഉണ്ടെന്ന് എനിക്കുണ്ട്. എനിക്ക് 2 പ്രാവശ്യം കഴിഞ്ഞു. ഇനി 2 വട്ടം കൂടെ ഉള്ളു. അങ്കമാലി. എനിക്ക് വായു. അങ്കവായു. എനിക്ക് അംഗൻവാടിക്ക് ബസ്സുണ്ട്. അംഗൻവാടിക്ക് കൊണ്ടുവിട്ടിട്ട് വരെ എനിക്ക്
നമുക്ക് അംഗവായുവിന്റെ പ്രശ്നം എന്താണ്? എന്തിടെ എനിക്ക് അന്തരീക്ഷത്തിലെ പ്രശ്നമുണ്ടല്ലോ. അംഗവായു, അന്തവായു. എനിക്ക് അന്തവായുവിന്റെ പ്രശ്നമുണ്ട്. നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ അതുകൊണ്ട് ഞാൻ അതുമല്ല ഞാൻ മൂന്ന് ചാൻസ് കഴിച്ചിട്ടാ എന്തോ എനിക്ക് അന്തർവായുവിന്റെ പ്രശ്നമുണ്ട്. അത് ബാക്കി നോക്കട്ടെ. അതാണ് ഞാൻ പുറത്തോട്ട് വരില്ലെന്ന് പറയാനുള്ള കാരണം. അവര് അംഗൻവാടി പുറത്തോട്ട് വരാഞ്ഞത് അംഗൻവാടി ഓട്ടിരുന്നേ പശു അവർക്ക് എന്നല്ല. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, അത് പശുവിന്റെ വോയിസിൽ പറ. പശു വരട്ടെ, പശു വരട്ടെ. മറ്റേ ബാഹുബലിക്കകത്ത് തന്നെ പറയണം. കേട്ടില്ലേ? എനിക്ക് അന്തർവായുവില് പ്രശ്നമുണ്ട്. അവനിക്കറിയാം. നീ മലയാളത്തിൽ പറ, അല്ല പൂച്ചയുടെ സൗണ്ടിൽ പറ. ഇത് വല്ലാത്തൊരു പ്രശ്നമാകും, അതുകൊണ്ട് ഇതിവിടെ നിർത്താം. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക്. രണ്ടാമത്തെ ഡയലോഗ്. ഡയലോഗ് പറഞ്ഞ വെരി ഗുഡ്. എന്റെ അമ്മ എന്റെ നീ എന്റെ ഒരു ഒന്ന് നീ ഒരു മണ്ടിയാണെന്ന് എനിക്കറിയാം. അതൊക്കെ പണ്ടേ അറിയാം. അതുപോലെ തന്നെ ഞാനൊരു മണ്ടിയാണെന്ന് നാട്ടുകാർക്കും അറിയാം. നീ ഒരു മണ്ടിയാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഞാനൊരു മണ്ടിയാണെന്ന് നാട്ടുകാർക്കും അറിയാം. അല്ലേ? അതുകൊണ്ടായിരുന്നു അങ്ങനെ സൗണ്ടിൽ സംസാരിച്ചു. ഈ ഡയലോഗ് പറ. നീ ഒരു മണ്ടിയാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഞാനൊരു മണ്ടിയാണെന്ന് നാട്ടുകാർക്കും അറിയാം. മതി 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 മതി. ഇത് കുരങ്ങന്റെ സൗണ്ടാണോന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുള്ള കുരങ്ങൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടുണ്ട്. ഭാഗ്യം, എന്റെ ഭാഗ്യം. അപ്പൊ നമുക്ക് ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഡയലോഗാണോ? അങ്ങോട്ട് ഒന്നൂടെ ഏതോ പണിഷ്മെന്റ് കൊടുക്കാം. വെണ്ണിലവിന് പണിഷ്മെന്റ് ആണേ. വെണ്ണിലവ് കാക്കയെ പോലെ കര. ഈ പാട്ട് പാട്. കാക്കയെ പാട. അങ്ങനെ സുന്ദരിയേ അത് ബേബി. അത് ബേബി. അതേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം.
അങ്ങനെ അടുത്തയാണ് ദേ ഇവിടെ വായും കൂട്ടി കെട്ടി വന്നിട്ടുണ്ട്. സൈക്കിൾ. പൈസ ഇല്ല. പൈസ ഇല്ല. എത്ര പ്രാവശ്യം പറയണത്? 4. ആരോടാ പറയുന്നത്? അവിടെ ഉണ്ടോ? 1 എഴുതുന്നു. പൈസ. സൈക്കിൾ. കഴിക്കാൻ. ഫണ്ണ്. പായിക്കാൻ. 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 പായിക്കപ്പലം. പായസം. തയ്ക്കാൻ. പഠിക്കാൻ. പഠിക്കാൻ. പഠിക്കാനോ? പഠിക്കാൻ. ഇന്ന്. ഇല്ല. പഠിക്കാനില്ല. ഇനി. പക്ഷെ ഇന്ന്. പഠിക്കാൻ. ഇല്ല. ഇങ്ങനെ. ഇരുന്നാൽ. ഇരുന്നാൽ. പഠിക്കാൻ ഓർക്കം വരും. ഉറങ്ങാൻ കിടന്നാൽ. പഠിക്കാൻ ഇരുന്ന ഉറക്കം വരും, പക്ഷേ ഉറങ്ങാൻ കിടന്ന ഫോൺ ഓണായി. ഓർമ്മയിൽ വരും. ഓർമ്മയിൽ വരും. പഠിക്കാൻ കിടന്നാൽ പഠിക്കാതിരുന്നാൽ ഉറക്കം വരും, പക്ഷേ ഉറങ്ങാൻ കിടന്നാൽ ഫോൺ ഓർമ്മ വരും. പണിഷ്മെന്റ് ആട് കരയുന്നത് പോലെ സംസാരിക്കുക. അതായത് ഈ പറഞ്ഞ കാര്യം ആട് പറയുന്നത് പോലെ പറയുക. ചെവി. അപ്പൊ ഗൈസ്, നമ്മുടെ വീരപ്പൻ പ്രവേശനം നടത്തിയിട്ടുണ്ട്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ ഭംഗിയായിരുന്നു. വീരപ്പന്റെ അടുത്ത റൗണ്ട് നമുക്ക് കടക്കാം. ഞാൻ രാവിലെ ജോഗിങ്ങിന് വേണ്ടി പോയപ്പോൾ ജോഗിങ്ങിന് പോകണമെന്ന് വിചാരിച്ചു. വിചാരിക്കും. പക്ഷേ 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 വയ്യ. വയറ്റില്. പക്ഷേ ഞാൻ ജോഗിങ്ങിന് പോണമെന്ന് വിചാരിക്കും, പക്ഷേ അതിനുള്ള പക്ഷേ അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വൈകിട്ട്. വൈറ്റ്. പക്ഷേ വയ്യ. വൈകിട്ട് 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 വെത്രയോ? കൊച്ച്. കൊച്ച് കഴിഞ്ഞു. പക്ഷെ കൊച്ച് വെച്ചു. എന്താന്ന് വെച്ചാ പറ. ഞാൻ ജോഗിങ്ങിന് പോണമെന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ രാവിലെ ജോഗിങ്ങിന് പോണമെന്ന് വിചാരിക്കും, പക്ഷെ ബെഡ് എന്നെ വിട്ടുകൊടുക്കില്ല. ബെഡ് എന്നെ വിട്ടുകൊടുക്കില്ല. പണിഷ്മെന്റ് ചെയ്തോളൂ.
എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ. കൊരച്ചോളൂ കൊരച്ചോളൂ കൊരച്ചോളൂ. ഒന്നിച്ച് പറിച്ചാ മതിയോ? ഒന്നിച്ചോ രണ്ടായിട്ടോ എങ്ങനെയാണേലും കറിക്കാം. ലാസ്റ്റ് റൗണ്ട് വീരപ്പൻ വീണ്ടും എഴുതുന്നു. ഞാനെന്നാ പറയാ ഊനാത്ത ഡയലോഗ് എന്നാ പറയാവുന്നത്. ഊനാത്ത ഡയലോഗ് എന്നാ പറയാവുന്നത്. അവരല്ലേ പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തലഞ്ഞു കാണുന്ന തോന്നലായി കണ്ടിട്ടും പോരാതായി ചേർന്നു ഓല നീരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളക്കരങ്ങളെ തുള്ളികളായി കണ്ട നേരം കണ്ണലായി പണിഷ്മെന്റ് ഞാൻ നിങ്ങളുടെ കൂടെ പാടിയായിരുന്നു. നമ്മുടെ അടുത്ത വീരപ്പൻ രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട്. ഈ രംഗപ്പന്റെ വായിൽ നിന്ന് എന്തൊക്കെ വീഴുമെന്ന് നോക്കാം. ഈ രംഗപ്പന്റെ വീരപ്പന്റെ ഫസ്റ്റ് പറയുക. പറഞ്ഞവേ അങ്ങോട്ടാണ്. ഇന്ന് ഇങ്ങ് ഇങ്ങ ഞാൻ പറയുന്നത് കേക്ക്. ഇന്നെന്റെ ഇന്നാന്റെ ഇന്നെന്റെ ആണോ ഇന്നെന്റെ ആണോ ഇന്നെന്റെ ആണോ നിങ്ങൾ എന്നെ ആണോ ഞാൻ വിചാരിച്ച തോറ്റതാ. നിങ്ങൾ എന്റെ കപ്പലണ്ടി ഇന്ന് നമ്മൾ നിങ്ങൾ ഇന്ന് നിങ്ങൾ സാത്താന്റെ ഇന്ന് നിങ്ങൾ എങ്ങനുണ്ട് ജീവിക്കുമ്പോൾ ജനിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ജനിക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ ജയിക്കണമെങ്കിൽ എനിക്കൊരു ഇന്ന് നിങ്ങൾ ജയിക്കണമെങ്കിൽ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരണം. എന്നപ്പാ ഐസ്ക്രീം കഴിഞ്ഞില്ലേ? ഇന്ന് നിങ്ങൾ ജയിക്കണമെങ്കിൽ എനിക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു തരണം. ശരി പണിഷ്മെന്റ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി പണിഷ്മെന്റ് കൊടുത്തു. കോഴി കോഴി ഈ ഡൈലോഗ് പറഞ്ഞു. കോഴി കോഴിയായിട്ട് പാട്ട് പാടിക്കോ ഇഷ്ടമാണ്. കോഴി ചുമ്മാ കൊക്കി പാടാതെ പാടിക്കാം. റെയില് വണ്ടിയില് ആ പാട്ടല്ലേ അത്? അതല്ല ഞാൻ പാടിയ പാട്ട് മതി. ഞാൻ പാടിയ പാട്ട് ഏതായിരുന്നു? ചുമ്മാ കൊത്തിപ്പാടാതെ നിന്റെ കോഴി കൊത്തിപ്പാടാതെ കോഴിയ പാടന്റെ ശരിയല്ല. അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് നീങ്ങാം. തുടങ്ങിക്കോ രമണ. അന്നറിയാതെ അങ്ങനെ അറിയാതെ അങ്ങനെ എല്ലാരും ഞങ്ങൾ എല്ലാരും ഇന്ന് ഒരിടത്ത് ബബ്ബ കാണാൻ പോയി.
ഞങ്ങളെല്ലാരും ഇന്ന് ബബ്ബ കാണാൻ പോയി. സിനിമ ഞങ്ങളെല്ലാരും ഇന്ന് ബബ്ബ സിനിമ കാണാൻ പോയി. നമുക്ക് എല്ലാവർക്കും ഇന്ന് ബബ്ബ സിനിമ കാണാൻ പോവാം. ഞങ്ങൾ എല്ലാരും ഇന്ന് ബബ്ബ സിനിമ കാണാൻ പോകും. ഞങ്ങൾ എല്ലാരും ഇന്ന് ബബ്ബ സിനിമ കാണാൻ പോകും. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ പണിഷ്മെന്റോ? ഞാനും പറഞ്ഞില്ലേ കൂടെ പാട്ടാ ഇന്ന പാട്ടാ. തത്തമ്മയാണോ? അപ്പൊ ഗായ്സ് നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോയാൽ ശരിയുടെ തത്തമ്മയുടെ പൗണ്ടും കൂടി പോലെ. രണ്ട് റൗണ്ടിലും എനിക്ക് പണിഷ്മെന്റ്. അടുത്തത് ശ്രീകുട്ടിക്ക്. പിന്നെ ഞാൻ പറയും കേട്ടോളാം. കർത്താവേ നീ കൽപ്പിച്ചപ്പോൾ നിർത്തി വെച്ച് മനസ്സ് ഞാനൊരു നല്ല പെൺകുട്ടിക്ക് നീളം കൊടുത്തേ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ കൊടുത്തിട്ടില്ല. കംപ്ലീറ്റഡ് പണിഷ്മെന്റ് യു ഹാവ് ടു ടേക്ക്. ഞാൻ ഗെയിം കംപ്ലീറ്റഡ്. പണിഷ്മെന്റ് യു ഹാവ് ടു ടേക്ക്. ഇനി നമുക്ക് ഏറ്റവും നമ്മുടെ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മുടെ പല്ലിയുടെ സൗണ്ടിലാണ് ഇപ്പം ഈ പാട്ട് പാടുന്നത്. പല്ലി പാടിക്ക. പല്ലിയുടെ സൗണ്ടും കൊണ്ട് നമ്മുടെ ഈ ചലഞ്ച് ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ അവസാനിപ്പിച്ചു. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വിടുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ. ഇപ്പൊ പട്ടി കുറയ്ക്കുന്നത് പോലാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ദിവസവും നമ്മള് വീട്ടിൽ കിടന്ന് കുറയ്ക്കുന്നത്. പല്ല് പറഞ്ഞിരിക്കുവാണ് വായിക്കാത്ത പല്ല് പറഞ്ഞു പോയോ, അകത്ത് പോയോ, പോയോ. ഇതിലും ഭേദം പാടായിരുന്നു. അതിനൊന്നോ ചിരിക്കാൻ വയ്യ. ഓടിക്കും ഇടയ്ക്ക് തിന്നുന്നത് ടേസ്റ്റ് ഒക്കെ നോക്കുന്നത്. പശുവിനെ അമറാനാണ് ശിച്ചി ഇപ്പം പറഞ്ഞു. പാട്ട് എടുത്ത് കരണ്ട് വരെ മേടിച്ചോടി എന്റെ ഭർത്താവ്. ചേച്ചി പാടുന്ന കുഴപ്പം, ഞാൻ പാടാ. ഇനി ഏത് പാട്ടാണോ? ഞാനൊരു പാട്ട് പാടാം. കുഞ്ഞമ്മയുടെ വീണമിട്ട പാട്ട് ഞാനൊരു പാവം പാവം പാവം. അതൊന്നും അല്ല. ഞാനൊരു രാജാവാകാൻ നിന്നെ റാണിയാക്കാൻ ചെല്ല. ഞാനൊരു രാജാവായ നിന്നെ റാണിയാക്കാം പെണ്ണേ. വന്നിട്ട് പോക്കോ. വരൂ നീ ഇളം പൂവേ. ഊട്ടിയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഈ മഞ്ഞ്. ഈ സമയത്തും ഇവിടെ ഭയങ്കര മഞ്ഞാണ്. ആരാണ്?
നീ അടുത്ത റൗണ്ടിൽ കോഴിയോ അപ്പൊ നമ്മുടെ കോഴി ഈ ചലഞ്ച് ഈ പണിഷ്മെന്റ് ഉൾപ്പെടെയുള്ള ഈ ഗെയിം ഇവിടെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഈ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഷീയുടെ പല്ലിയുണ്ട് പല്ലുകൊണ്ടോ പല്ലുകൊണ്ട് പല്ലുകൊണ്ട് അല്ല പല്ലിയുണ്ട്